ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വ്ളോഗ്സ്. അപ്പോൾ ഇതേ നമ്മൾ അമ്മയ്ക്ക് ഇപ്പോൾ 2 ദിവസം ലീവാണ്. സോ നമ്മളൊന്ന് രാവിലെ അമ്പലത്തിലോട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുട്ടി വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല, കാരണം അത് ഫുള്ളായിട്ട് ഡേ ഇൻ മൈ ലൈഫായിട്ടല്ല. എന്നാലും നമ്മളിന്ന് എവിടേക്കൊക്കെ പോയി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ പഴയന്നൂർ ഭഗവതി ടെമ്പിളിലോട്ടാണ് നമ്മൾ വന്നത്. എൻ്റെ വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാം, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം, കോഴിയമ്പലം എന്ന് പറയും. അപ്പോൾ നവരാത്രി ഇതൊക്കെ പ്രമാണിച്ച് അപ്പോൾ അമ്മ പറഞ്ഞു അഗിന്ന് നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ്. ആക്ച്വലി അമ്പലത്തിലേക്ക് മാത്രമല്ല, നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. അത് പതിയെ എല്ലാം വീഡിയോയിലുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ തൊഴാൻ വേണ്ടി കയറുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കൃഷ്ണൻ്റെ നട അടച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ഉള്ളിൽ നടയൊക്കെ തുറന്ന് നമ്മൾ തൊഴുത് ഇറങ്ങി. യാദക്കുട്ടനാണെങ്കിൽ അവിടെ ചെണ്ട അമ്മ ചെണ്ട എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ കൊട്ടണ കുറേ നേരം കേട്ട് നിന്നു കേട്ടോ. പിന്നെ അതേ കോഴിയുടെ പിന്നാലുള്ള ഓട്ടാണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ വന്ന് അവനെന്നും സ്ഥിരമുള്ള പരിപാടിയാണ്. അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞു? അയ്യോ, കോഴി പേടിച്ചു. പിന്നെ യാതുമോനെ ഓടാൻ തുടങ്ങി. അതേ കണ്ടില്ലേ, എത്ര സ്പീഡാന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. കണ്ണ് തെറ്റുന്ന ഗ്യാപ്പിൽ അവൻ ആ അറ്റത്തേക്ക് എത്തുട്ടോ. പിന്നെ അമ്മ ഓടിപ്പോയി അവനെ എടുത്തു. പിന്നെ എടുത്തിട്ടാണ് നടന്നത്. ഞാൻ എത്ര എടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് വരാറില്ല കേട്ടോ. മമ്മ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അമ്മയുടെ അടുത്ത് പോവും. അങ്ങനെ മമ്മിയും മോനും കൂടെ ഇങ്ങനെ തൊഴണ ഗ്യാപ്പിൽ ഞാനിവിടെ കുളത്തിൽ വന്നതാണ്, നമ്മുടെ അമ്പലക്കുളം. നോക്കിയപ്പോൾ ഉണ്ടോ നിറയെ മീനുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ സൗണ്ടൊന്നും ഇല്ലാണ്ട് മെല്ലെ വീഡിയോ ഒക്കെ സൂം ചെയ്ത് കുറച്ച് നേരം ആ ഫിഷൊക്കെ ഇങ്ങനെ നോക്കി നിന്നേ. അപ്പോൾ യാദക്കുട്ടിനെയും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവർ ഫ്രണ്ടിൽ പോയി, അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇല്ലെങ്കിൽ യാദുമോനും കാണിച്ചു കൊടുത്തേനെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ അങ്ങനെ നേരെ തൊഴാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ ദേവിയുടെ അവിടെയൊക്കെ തൊഴുത്, ഭഗവതിയുടെ തൊഴുത്, ശിവൻ്റെ അവിടെയും തൊഴുത് അങ്ങനെ ഇറങ്ങി കേട്ടോ. പിന്നെ ഈ കടവടാന്ന് ഞാൻ ഓടുന്നത് സ്കൂട്ടിയുടെ ചാവി ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, സ്കൂട്ടിയിൽ തന്നെ വെച്ച് മറന്നുപോല അവിടെ തന്നെ വെച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകേണ്ട വന്നു യാദക്കുട്ടിനെ കൊണ്ട്. യാദക്കുട്ടിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോയി. ആ രംഗം പറയണ്ട, കരഞ്ഞ് നിലവിളിച്ച് സീൻ കോൺട്രി ആയിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കരച്ചിൽ മാറ്റാൻ അവന് ജ്യൂസും ഷേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ യാദക്കുട്ടിനൊരു ചെരുപ്പ് നോക്കാൻ വേണ്ടി നമ്മൾ വന്നതായിരുന്നു കേട്ടോ. ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ക്രോക്സ്. ബട്ട് അത് അവന് വലുതായിരുന്നു. അവൻ്റെ ചെരുപ്പുകളൊക്കെ ടൈറ്റായിട്ട് ബാക്കിലൊക്കെ ഇങ്ങനെ ഒരു കാലിൻ്റെ അവിടെ പാട് വന്നപ്പോൾ പുതിയ ചെരുപ്പ് നോക്കാൻ പോയതാണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും യാദക്കുട്ടൻ സുഖമായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു കേട്ടോ. കുഴപ്പമില്ല, കുറച്ച് ജ്യൂസും ഇതൊക്കെ കഴിച്ച കാരണം വയറ് ഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാമൻ്റെ മക്കളെ കണ്ടു. അങ്ങനെ പിന്നെ അവരെ അനിയന്മാരെ കണ്ടപ്പോൾ അവരെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ. പുസ്തകം പൂജയ്ക്ക് വെച്ചാരണം ഒരു വെജ് മാത്രമേ കഴിക്കുന്നുള്ളൂ അല്ലേ ആരുഷ്? പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു. നിങ്ങൾക്ക് വേണമെന്നില്ലേ? ടേസ്റ്റ് ഉണ്ടോ അബി? അമ്മയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇൻഗ്രീഡിയൻസ് ഇടുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ അവർ പോയിട്ട് അതിൻ്റെ ഇടയിൽ അമ്മ നല്ല ഒരു അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഇടണമെന്നാണ് കേട്ടോ അവൻ പറഞ്ഞ്. പിന്നെ യാദുക്കൊണ്ടോടെ കുറച്ച് നേരം കിടന്ന് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി. പിന്നെ എഴുന്നേറ്റിട്ടുള്ള അങ്കാണ് ഇത്. ഇതെന്താണെന്ന് പറഞ്ഞാൽ യാദുവിനോട് ചിരിക്കി പറയുമ്പോൾ യാദുക്കുട്ടൻ ചിരിക്കും. യാദുക്കുട്ട ദേഷ്യപ്പെട്ട് നോക്കൂ എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് നോക്കും. അമ്മ വന്ന് നോക്കും എന്താ ഞങ്ങൾ ചെയ്യണേന്ന് ചിരി കേട്ടിട്ട് അവൻ്റെ. അപ്പോൾ യാദുക്കുട്ടൻ ഓരോ എക്സ്പ്രഷൻസ് ഇടും. ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കും, പെട്ടെന്ന് തന്നെ ഞാൻ ദേഷ്യപ്പെടാൻ പറയുമ്പോൾ അവൻ ദേഷ്യപ്പെട്ട് നോക്കും. അങ്ങനെ ഹായ്. അയ്യോ യാദുക്കുട്ടൻ്റെ കൂടെ കുറച്ച് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ഫീലാട്ടോ. ഇങ്ങനെ അവൻ കിടക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ആയിട്ട് മേലൊക്കെ കഴിപ്പിച്ച് ഞാൻ ഇന്ന് മേലെ കഴിക്കാൻ കൊണ്ട് പോയപ്പോൾ അമ്മ മതി എന്നൊക്കെ പറഞ്ഞു. മമ്മിയാണ് കേട്ടോ മേലൊക്കെ കഴിപ്പിച്ച് ക്രീമൊക്കെ തേച്ച് അതേ വിളക്ക് കൊളുത്താൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ അവനതേ കുളിച്ച് സുന്ദര മോനാക്കിയിട്ടുണ്ട്. പിന്നെ മമ്മിയും മോനും കൂടെ അതേ വിളക്കൊക്കെ വെച്ച് യാദുക്കുട്ടൻ തൊഴും, അമ്മമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും.
അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, നാളെ പൂജ അല്ലേ, അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് യാദുക്കുട്ടിൻ്റെ വണ്ടിയും എൻ്റെ സ്കൂട്ടിയും ഇതൊക്കെ നമ്മൾ വണ്ടികളൊക്കെ ഒന്ന് കഴുകി. അച്ഛൻ ലീവില്ല, അതുകൊണ്ട് അച്ഛൻ വരുന്നില്ല. സോ ആ പണി എനിക്കാണ് കേട്ടോ കിട്ടിയത്, ഇല്ലെങ്കിൽ അച്ഛൻ എല്ലാം ചെയ്തേനെ. വണ്ടികളൊക്കെ കഴുകി സെറ്റാക്കി വെച്ചു ഞാൻ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോസായി കാണുന്നതായിരിക്കും. ബൈ.